Hi dear friends, good morning to all. നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കൂടുകയും അതനുസരിച്ച് പറഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? നമ്മൾ പറഞ്ഞതിന് പ്രകാരം പറഞ്ഞു നോക്കണം കേട്ടോ. കാരണം സംസാരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഭാഷയെന്നല്ല, ഏത് ഭാഷയാണെങ്കിലും അതിനെ സ്വായത്തമാക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മൾ പഠിക്കുന്നത് വെച്ച് ആ പറഞ്ഞ രീതിയിൽ സബ്ജക്റ്റ് മാറ്റിയും വെർബ് മാറ്റിയും ഒക്കെ ഇട്ട് സംസാരിക്കാൻ ശ്രമിച്ച് നിങ്ങൾക്കതിന് സാധിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഇതിനോട് സഹകരിക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒന്ന് മാത്രം ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഒരു ദിവസം എന്താണ് നമ്മൾ സംസാരിക്കുന്നത്, പഠിക്കുന്നത്, നമുക്ക് പറയേണ്ടി വരുന്നത്, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഒരു ദിവസം രാത്രി ഉറക്കത്തെക്കുറിച്ചാണ്. നമ്മൾ പല രീതിയിലായിരിക്കും നമുക്ക് ഉറക്കമല്ലേ. ചിലപ്പോൾ കൂടുതൽ ഉറങ്ങാം, ചിലപ്പം ഉറങ്ങാൻ സാധിക്കാതെ പോകാം, ചിലപ്പം പകുതി ഉറക്കമാകുമ്പോൾ നമ്മൾ ഉറക്കം തെളിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഉറങ്ങാൻ സാധിക്കാതെ പോകാം. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് നമുക്ക് ഉറക്കത്തെക്കുറിച്ച്. ഇന്ന് നമ്മുടെ ഒരു രാത്രിയിലെ ഉറക്കത്തെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഒരാളോട് നമ്മൾ പറയുകയാണ്, നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കൂ. ഓവർ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഉറങ്ങുക. അതുപോലെ തന്നെ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിറ്റ് അവേക്ക് ഓർ ഡിഡിങ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കം ഇളച്ചിരിക്കുക, ഉറങ്ങാതിരിക്കുന്നതിന് ആണ് നമ്മൾ സിറ്റ് അവേക്ക് അല്ലെങ്കിൽ ഡിഡിങ് സ്ലീപ്പ് എന്ന് പറയുക. ഇത് കൂടുതൽ ഉറങ്ങുന്നതിനും ഉറക്കം ഇളച്ചിരിക്കുന്നതിനും രണ്ട് വാക്കുകൾ കിട്ടിയല്ലേ. എന്നിട്ട് നമ്മൾ പറയാണ് ടുഡേ ഐ വോക്ക് അപ്പ് വെരി ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വളരെ താമസിച്ചാണ് ഉറക്കം തെളിഞ്ഞത്. താമസിച്ച് ഉറക്കം തെളിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൂടുതൽ സമയം നമ്മൾ ഉറങ്ങിയെന്ന്. താമസിച്ചാണ് നമ്മൾ ഉറക്കം തെളിഞ്ഞത്. അന്നേരം നമുക്ക് പറയാം ടുഡേ ഐ വോക്ക് അപ്പ് വെരി ലേറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പറഞ്ഞു. അതുപോലെ നമ്മൾ താമസിച്ച്, അതുകൊണ്ടൊരു കാര്യം നമ്മൾ പറയുകയാണ്. പിന്നെ ഇതിന്റെ കാരണം പറഞ്ഞു. അടുത്തത് ഡോണ്ട് വോക്ക് മീ അപ്പ് ബിഫോർ 8 o'clock. 8 മണിക്ക് മുമ്പ് എന്നെ ഉണർത്തരുത് എന്ന് പറഞ്ഞാൽ 8 മണിക്ക് മുമ്പിൽ എന്നെ ഉണർത്തരുത്. കാരണം 8 മണി വരെ എനിക്ക് ഉറങ്ങേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്? നമ്മൾ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ഉറക്കമിളച്ചിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തെ നമുക്ക് പറയാം ഡോണ്ട് വോക്ക് മീ അപ്പ് ബിഫോർ 8 o'clock. ഈ 8 o'clock തന്നെ വേണമെന്നില്ല, എപ്പോഴാണോ നമുക്ക് ഉറക്കം ഉണരാൻ സാധിക്കുക ആ സമയം വെച്ച് പറയാം. ഡോണ്ട് വോക്ക് മീ അപ്പ് ബിഫോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമയം പറഞ്ഞിട്ട് ഇവിടെ 8 o'clock എന്നൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെ 8 മണിക്ക് മുമ്പ് എന്നെ ഉണർത്തരുത്. ആ കാരണം പറയാണ് ഐ വോക്ക് അപ്പ് ബൈ മിഡ് നൈറ്റ് ആൻഡ് കുഡിന്റ് സ്ലീപ്പ് ആഫ്റ്റർ ദാറ്റ്. ഇന്നലെ ഒരു കാര്യം സംഭവിച്ചു, ഞാന് പാതിരാവായപ്പോൾ ഉറക്കം തെളിഞ്ഞു, അതിനുശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാല് എനിക്ക് വേണ്ട രീതിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഉറക്കമിളച്ചിരക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഡോണ്ട് വോക്ക് മീ അപ്പ് ബിഫോർ 8 o'clock or 9 o'clock or 7 o'clock. അതുപോലെ അതാണ് വോക്ക് അപ്പ് ബൈ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ പാതിരാവായപ്പോൾ ഞാൻ ഉറക്കം തെളിഞ്ഞു, അതിനുശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല. സോ ഡോണ്ട് വോക്ക് മീ അപ്പ് ബിഫോർ 8 o'clock. ഇത് ഓവർ സ്ലീപ്പ്, സിറ്റ് അവേക്ക്, ഡിഡിന്റ് സ്ലീപ്പ്, ഇതിന്റെ മൂന്നിന്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞേച്ച് ഇത് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുവാൻ പഠിക്കുക. ഓക്കെ, മനസ്സിലായോ? ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞതുപോലെ നമ്മൾ വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾക്കൊരിക്കലും നമ്മൾ സംസാരിക്കേണ്ടി വരില്ല എന്ന് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ, പക്ഷേ നമ്മൾ എന്നും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മുറ്റമടിക്കുക എന്നുള്ളതിൻ്റെ വാക്ക് എന്താണെന്ന് ചോദിച്ചാലോ, നമുക്ക് ഒരു പക്ഷേ അറിയത്തില്ലാതെ പോവാം. സ്വെബ്ദയാഡ് എന്ന് പറഞ്ഞാൽ മുറ്റമടിക്കുക. ഇതുപോലെയുള്ള കുറേ വാക്കുകൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, എന്നാൽ നമുക്ക് പറയാൻ അറിയത്തില്ലാത്ത, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള കുറേ വാക്കുകൾ നമ്മൾ സെന്റൻസാക്കി, കുറച്ച് സെന്റൻസുകൾ നമുക്ക് സ്ഥിരം സംസാരിക്കേണ്ട രീതിയിൽ നമ്മൾ സംസാരിക്കാൻ കുറേ സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറേ സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേ അധികം സെന്റൻസുകൾ പഠിക്കാം. എന്നിട്ട് അതിനുശേഷം വീട്ടമ്മമാരായാലും പുറത്ത്
ജോലിക്ക് പോകുന്നവരായാലും അല്ലെങ്കിൽ കുട്ടികൾ പുറത്തു പോയതിന് ശേഷം നമ്മൾ പുറത്തൊരാളോട് സംസാരിക്കേണ്ടി വരുന്ന രീതിയിലും അങ്ങനെ പല രീതിയിൽ നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഇതെല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് നമുക്ക് ഇതെല്ലാവർക്കും പലർക്കും ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകളല്ലേ. അങ്ങനെ നമുക്ക് ഒന്ന് അത്യാവശ്യം സംസാരിക്കുവാൻ സാധിച്ചെടുക്കും. അതിന് വേണ്ടി നമുക്കിനി പരിശ്രമിക്കാം. ഈ ഒരു ക്ലാസ് ചെറിയൊരു ക്ലാസ് എല്ലാവരും ഒന്ന് കാണുവാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അത് മാക്സിമം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിലെന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെ വന്നു എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ് അബൌട്ട് ഇറ്റ് ഓർ ആസ്ക് ടു മീ. അതുപോലെ ആദ്യമായി കാണുന്നവർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് ക്ലാസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഇറ്റ് ഓൾസോ. Okay, see you in the next class with more details. So goodbye till we meet again in the next class. Okay, bye.